പറവൂർ പീഡന കേസിൽ അട്ടിമറി നീക്കം. കേസിൽ ഉൾപ്പെട്ടയാളിൽ നിന്ന് 1.25 കോടി രൂപ അസിസ്റ്റന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അയൂബ് ഖാൻ ആവശ്യപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അയൂബ് ഖാനെ ക്രൈംബ്രാഞ്ച് ഒളിക്യാമറയിൽ കൊടുക്കുകയായിരുന്നു. സംഭവം അന്വേഷിക്കാൻ DGP പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പറവൂർ പീഡന കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ മോഹൻ മേനോന്റെ സഹായി അഡ്വക്കേറ്റ് അയൂബ് ഖാനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പറവൂർ പീഡന കേസിൽ നിന്നും കോയമ്പത്തൂർ സ്വദേശിയായ മണികണ്ഠനെ ഒഴിവാക്കാൻ അയൂബ് ഖാൻ 1.25 കോടി രൂപ ആവശ്യപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഇരയായ പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെച്ച ഇടനിലക്കാരായ പ്രതികളുമായി ചേർന്നാണ് പ്രോസിക്യൂട്ടർ അയൂബ് ഖാൻ പണം തട്ടാൻ ശ്രമിച്ചത്. കേസ് നടത്തിപ്പിൽ അയൂബ് ഖാന്റെ നീക്കങ്ങളിൽ സംശയം തോന്നിയ ക്രൈംബ്രാഞ്ച് ഇയാളെ നിരീക്ഷിക്കുകയായിരുന്നു. അയൂബ് ഖാന്റെ ഫോൺ സംഭാഷണങ്ങൾ ക്രൈംബ്രാഞ്ച് ചോർത്തുകയും ചെയ്തു. പലപ്പോഴായി ചോർത്തിയ 3 മണിക്കൂർ നീളുന്ന ഫോൺ സംഭാഷണത്തിൽ അയൂബ് ഖാൻ പണം ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഇയാളെ ക്രൈംബ്രാഞ്ച് DGP അനന്തകൃഷ്ണന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒളിക്യാമറയിൽ കുടുക്കുകയും ചെയ്തു. ഫോൺ സംഭാഷണത്തിലും ഒളിക്യാമറ ദൃശ്യങ്ങളിലും അയൂബ് ഖാൻ പണം ആവശ്യപ്പെടുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻ മേനോന് വ്യക്തമായതോടെ അയൂബ് ഖാനെ അസിസ്റ്റന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അയൂബ് ഖാനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 150ഓളം പ്രതികളുള്ള പറവൂർ പീഡന കേസിൽ 39 പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അയൂബ് ഖാൻ ഭീഷണിപ്പെടുത്തി ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. എന്നാൽ പ്രതികളെ പിടികൂടുന്നതിലും കേസന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ച കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതിന് തനിക്കെതിരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കള്ളക്കഥ മെനയുകയാണെന്നാണ് അയൂബ് ഖാന്റെ വിശദീകരണം. ഞാൻ വളരെ സത്യസന്ധമായ നിലപാട് എടുത്തിട്ടുള്ളൂ. ആത്മാർത്ഥതയുള്ള നിലപാടാണ് നാളിതുവരെ എടുത്തിട്ടുള്ളൂ. എനിക്ക് അതിനപ്പുറത്തേക്ക് ഒരു നിലപാടില്ല, ഇനിയില്ല. ആ നിലപാടിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഉറച്ചു നിന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ഈ കേസിന്റെ മൊത്തം ഗതി നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കോടതിയിലാണെങ്കിലും നമ്മളങ്ങനെ വേറെ തരത്തിലൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിച്ച് പഠിച്ച് കൃത്യമായി പ്രതികരിക്കും. റിപ്പോർട്ടർ, കൊച്ചി.